Good morning dear students and warm welcome to our 7th online class. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് സെബിയുടെ റെഗുലേഷൻസ് ആണ്. അത് നമുക്ക് മൂന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് സെബിയുടെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള റെഗുലേഷൻസ് ആണ്. ഇയർ 2009 ആണ്. രണ്ടാമത്തെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് 2015 വന്നിട്ടുള്ള അമെൻമെൻ്റ് ആണ്. തേർഡ് വൺ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്, ദാറ്റ് ഈസ് റെഗുലേഷൻസ് 2015. ഇങ്ങനെ മൂന്ന് റെഗുലേഷൻസ് ആണ് നമ്മുടെ സെബിയുടെ റെഗുലേഷൻസ് ആയിട്ട് നമ്മളുടെ എംകോമിൻ്റെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സെബിയുടെ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് റെഗുലേഷൻ 2009 ആണ്. This regulation contains provisions for public issue wherein the issuer shall satisfy the conditions mentioned under the regulation. പബ്ലിക് ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൊവിഷൻസ്, പബ്ലിക് ഇഷ്യൂവിൻ്റെ സമയത്ത് ഒരു കമ്പനി എങ്ങനെയൊക്കെയുള്ള റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് കേസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഷാൽ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് മെൻഷൻഡ് അണ്ടർ ദ റെഗുലേഷൻ. ഈ റെഗുലേഷൻ 2009 വരുന്ന എല്ലാ പ്രൊവിഷൻസും ഫോളോ ചെയ്യേണ്ടതാണ്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് റെസ്ട്രിക്ഷൻ ഓൺ റൈറ്റ് ഇഷ്യൂ. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂവിൻ്റെ റെസ്ട്രിക്ഷനെ കുറിച്ചിട്ടും ഇവിടെ ഈ റെഗുലേഷൻസ് 2009 പറയുന്നുണ്ട്. It also contains provisions regarding listing of securities on stock exchange wherein the principal is to be obtained by the issuer from recognized stock exchange. പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, അതിനുള്ള റെഗുലേഷൻസും 2009 പറയുന്നുണ്ട്. പാർട്ട് എ ഓഫ് ഷെഡ്യൂൾ 11 ഓഫ് ദിസ് റെഗുലേഷൻ ടോക്സ് അബൌട്ട് ഡിസ്ക്ലോഷർ wherein it is the duty of the issuer to ensure that all material information and reports were submitted prior to the issue. അതുപോലെ തന്നെ റെഗുലേഷൻ 2009 പറയുന്ന ഒരു കാര്യം, പാർട്ട് എ ഷെഡ്യൂൾ 11 ഓഫ് ദ റെഗുലേഷൻ അത് പ്രകാരം എന്ത് ചെയ്തിരിക്കണം? എല്ലാ മെറ്റീരിയൽ മാറ്റേഴ്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എന്തിനുള്ള മെറ്റീരിയൽ മാറ്റേഴ്സാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ദ റിലേഷൻസ്, ദാറ്റ് ഈസ് ദ മെറ്റീരിയൽ ഇൻഫോർമേഷൻ ആൻഡ് ദ റിപ്പോർട്ട്സ് വെർ സബ്മിറ്റഡ്. റിപ്പോർട്ട്സും അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ആര് ഇഷ്യൂ ചെയ്തിരിക്കണം? ഇഷ്യൂവർ ഇഷ്യൂ ചെയ്തിരിക്കണം. എന്തിനു മുമ്പായിട്ട് ഇഷ്യൂ ചെയ്യണം? ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇഷ്യൂ ചെയ്തിരിക്കണം. It also makes it very clear that underwriting obligation would not be restricted to any kind of minimum subscription level, but it would be applicable to the all issue. അതുപോലെ തന്നെ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള ഇഷ്യൂവിനും ബാധകമാണ്. അതല്ലാതെ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രം റെസ്ട്രിക്ഷൻ ആയിട്ടുള്ളതല്ല, മൊത്തം ഓൾ ഇഷ്യൂവിൽ തന്നെ ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. All such rules are instrumental in ensuring good corporate governance. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു സെക്ഷൻ 2009 റെഗുലേഷൻ പ്രകാരം ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്? ഇഷ്യൂവിൻ്റെ സമയത്ത് ഒരു പബ്ലിക് ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പ്രൊവിഷൻസ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റൈറ്റ് ഇഷ്യൂവിൻ്റെ സമയത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇവിടെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രിൻസിപ്പിൾസും റെഗുലേഷൻ 2009 പറയുന്നത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന എല്ലാ കമ്പനീസും ഫോളോ ചെയ്യണം. പാർട്ട് എ ഓഫ് ദ ഷെഡ്യൂൾ 11 എന്ന് പറയുന്നതിൽ ഡിസ്ക്ലോഷറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എല്ലാ മെറ്റീരിയൽ ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽ ആയിട്ടുള്ള റിപ്പോർട്ട്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആര് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? ഒരു ഇഷ്യൂവർ ഇഷ്യൂവിൻ്റെ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നതിന് മാത്രമല്ല, മൊത്തമായിട്ടുള്ള ഇഷ്യൂവിനും ഈ റെസ്ട്രിക്ഷൻസ് ബാധകമാണ്. ഈ പറയുന്ന എല്ലാ റെഗുലേഷൻസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
ഇനി രണ്ടാമത്തെ റെഗുലേഷൻ എന്ന് പറയുന്നത് സെബിയുടെ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ 2009 റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യണം. ഇവിടെ പറയുന്നത് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു 2015 ആണ്. The LODR were notified with the aim of simplifying the existing provisions of listing agreement for different segments of capital markets like convertible and non-convertible debt securities, equity shares, etc. ഈ 2015 റെഗുലേഷൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? LODR എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യാൻ. എന്താണ് ഈ LODR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്. അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് ഈ 2015 റെഗുലേഷൻ പ്രകാരമുള്ളത്. അതായത് ലിസ്റ്റിംഗിൻ്റെ സമയത്തുള്ള ഒരു എഗ്രിമെൻറ്റിൽ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ്? ക്യാപിറ്റൽ മാർക്കറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അത് കൺവേർട്ടബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം. അതുമായിട്ടുള്ള ആ എഗ്രിമെൻറ്റിൻ്റെ സമയത്തുള്ള റെഗുലേഷൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. It requires all listed entities to make disclosure and abide by the provisions of these regulations. അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും മെറ്റീരിയൽ ആയിട്ടുള്ള റിപ്പോർട്ട്സും ഇഷ്യൂവിൻ്റെ സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എല്ലാ എൻറ്റിറ്റീസും, ഏതൊക്കെ എൻറ്റിറ്റീസാണ് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ സെബി ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ എൻറോൾ ചെയ്തിട്ടുള്ളത്, ആ എല്ലാ എൻറ്റിറ്റീസും എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്തിരിക്കണം. Listed entities shall ensure the directors or any other persons related to the company shall adhere to the responsibilities assigned to them under this regulation. അതുപോലെ തന്നെ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം? shall ensure that directors or any other person, ആ എൻറ്റിറ്റി ആയിട്ട് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണോ റിലേറ്റഡ് ആയിരിക്കുന്നത് അവരായിരിക്കണം ആ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അസൈൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടത്. This is to ensure that once the shares of a company are listed in a stock exchange, they are easily accessible to the normal public. അപ്പോൾ ലിസ്റ്റഡ് ഷെയർ ആകുമ്പോൾ അത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത് ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻറോൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ പബ്ലിക്കിന് ആക്സസ് ചെയ്യത്തക്ക വിധത്തിലുള്ള റെഗുലേഷൻസ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ദ കമ്പനി സെക്രട്ടറി ഹൂ വിൽ ബി ദ compliance officer of the company shall ensure compliance and should also provide the compliance certificates to stock exchange. ഇവിടെ കമ്പനി സെക്രട്ടറിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് കമ്പനി സെക്രട്ടറിക്ക് ഉള്ളത്? കംപ്ലയൻസ് ഓഫീസറായിട്ട്, ഒരു കമ്പനിയുടെ കംപ്ലയൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ എൻഷുർ കംപ്ലയൻസ്, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് സെബി എന്തൊക്കെയാണോ പറയുന്നത് അതിൻ്റെ ഒരു കംപ്ലയൻസ് എന്ന് പറയുന്നത് എൻഷുർ ചെയ്യേണ്ടത് ആരാണ്? നമ്മളുടെ കമ്പനി സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഷുഡ് ഓൾസോ പ്രൊവൈഡ് ദ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റും കൂടിയും ആര് ഇഷ്യൂ ചെയ്യണം? ആ എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സെക്രട്ടറിയാണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Listed companies shall have a policy for preservation of documents approved by board. അതുപോലെ തന്നെ സെബി എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോർഡ് എന്ത് ചെയ്തിരിക്കണം? ലിസ്റ്റഡ് കമ്പനീസ് ഷാൽ ഹാവ് എ പോളിസി ഫോർ പ്രിസർവേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. ആ എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രിസർവ് ചെയ്യാനുള്ള ഒരു പോളിസിയാണ് ആര് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഒരു ബോർഡ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ 2015 സെബി ആക്ട് പ്രകാരം ഇവിടെ കൂടുതലായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് അത് ഏതിനൊക്കെ ഇഷ്യൂയിലാണ്? കൺവേർട്ടബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസോ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഗ്രിമെൻറ്റിൽ വരുമ്പോൾ അതിൽ വരുന്ന റെഗുലേഷൻസ് എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ഈ 2015 റെഗുലേഷൻസ് എന്ന് പറയുന്നത് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ, ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ആണെങ്കിൽ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നത്. അതായത് സെബിയുടെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് കംപ്ലൈ
ചെയ്യാനായിട്ട് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിക്കുമാണ് അവിടെ കംപ്ലയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് കമ്പനി സെക്രട്ടറി ആർക്ക് കൊടുത്തിരിക്കണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കണം. അതോടുകൂടി സെബി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യുകയും ആ പോളിസീസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? പ്രിസർവേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന അതിന് വേണ്ടതായിട്ടുള്ള പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ദ തേർഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് 2015 തന്നെയാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ളിലുള്ള ആ ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതിൻ്റെ റെഗുലേഷൻസ് ആണ് സെബി 2015 എന്ന് പറയുന്നത്. Insider trading is not a violation of law, but what is prohibited is trading by an insider on the basis of non-public information. Non-public informationൽ ഇൻസൈഡേഴ്സ് തമ്മിൽ നടത്തുന്ന ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നതിനെയാണ് ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഇൻസൈഡർ ട്രേഡിങ്ങിനെ മൊത്തമായിട്ട് വയലേഷൻ ഓഫ് ലോ എന്ന് പറയുന്ന തരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻസൈഡേഴ്സ് മാത്രമായിട്ടുള്ള കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നതിനെ എന്ത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? സെബി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ടു പ്രിവെൻറ്റ് സച്ച് ട്രേഡിംഗ് സെബി കെയിം അപ്പ് വിത്ത് ദിസ് റെഗുലേഷൻ. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബിയുടെ 2015 റെഗുലേഷൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. അണ്ടർ ദിസ് ദ റെസ്ട്രിക്ഷൻ ഈസ് കോർപ്പറേറ്റ് ഇൻസൈഡേഴ്സ് ഹൂ അറൈവ് അറ്റ് ട്രേഡിംഗ് ഡിസിഷൻസ് ബൈ യൂസിങ് ദ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇങ്ങനെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് സെബി എന്താണ് ചെയ്യുന്നത്? ഒരു റെസ്ട്രിക്ഷൻ കോർപ്പറേറ്റ് ഗവേണൻസിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻസൈഡേഴ്സിൽ വരുത്താണ്. അതിൽ ചെയ്യുന്നത് ട്രേഡിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സെൻസിറ്റീവ് പ്രൈസിങ് ഇൻഫർമേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. Under this disclosure mandated at 2 different levels. 2 different ആയിട്ടുള്ള ലെവൽസിലാണ് ഈ മാൻഡേറ്ററി ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വൺ ഈസ് ദ ഇമ്മീഡിയറ്റ് ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് while the other is regarding disclosure of transactions undertaken. 2 തരത്തിലാണ് ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഡിസ്ക്ലോഷർ ആണ്. ട്രാൻസാക്ഷൻ നടന്ന ഉടനടി തന്നെ അതിൻ്റെ മെറ്റീരിയൽ ഫാക്ട്സ് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് റിഗാർഡിംഗ് ഡിസ്ക്ലോഷർ ഓഫ് ട്രാൻസാക്ഷൻസ് അണ്ടർടേക്കൺ. മൊത്തമായിട്ട് ട്രാൻസാക്ഷൻസ് അണ്ടർടേക്കൺ ചെയ്തിട്ടുള്ളത് പിന്നീട് അതിൻ്റെ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നതാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ 2 ലെവൽ എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസാക്ഷൻ നടന്ന ഉടനടി ഡിസ്ക്ലോസ് ചെയ്യുക, രണ്ടാമത് എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നതാണ് 2 ഡിഫറെൻറ്റ് ലെവൽസ്. While the former prevents insider trading, the latter reveals the insider trading. അപ്പോൾ ഈ ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നേരത്തെ പറഞ്ഞ 2 ലെവലിലും ഡിഫറെൻ്റ് ആയിട്ടാണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ നടന്ന ഉടനടി പറയാണ്. അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. രണ്ടാമത് പറഞ്ഞത് എല്ലാ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ എന്താണ് റിവീൽ ചെയ്യുന്നത്? ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു റിവീലിംഗ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അണ്ടർ ദിസ് ഇൻസൈഡേഴ്സ് മേ ബി റെസ്ട്രിക്റ്റഡ് ഫ്രം dealing in securities for a specific time period in order to prevent them taking advantage of any material information before the shareholders or the public. ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ പബ്ലിക്കിനോ അവരുടെ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഡീലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഫാക്റ്റ് എങ്ങനെയൊക്കെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നത്, അതിലുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. Under this, insiders may be restricted from dealing in securities. Securities ഡീൽ ചെയ്യുന്നതിനുള്ള ഒരു റെസ്ട്രിക്ഷനാണ് ഈ റെഗുലേഷൻ പ്രകാരമുള്ളത്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മെറ്റീരിയൽ ഇൻഫോർമേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് ഡിസ്ക്ലോസ് ചെയ്യുന്ന ആ ഒരു ബെനിഫിറ്റ് എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് നിൽക്കുന്നത്.
A condition can be imposed upon the insiders to obtain a prior approval before dealing in securities of a company. അപ്പോൾ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അതിൽ ഡീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെബിയുടെ ഒരു അപ്രൂവൽ ലഭിക്കണം എന്നുള്ളതാണ് റെഗുലേഷൻ 2015 പറയുന്ന പ്രൊവിഷൻസിൽ പറയുന്നത്. In addition to the above, SEBI came up with many other regulations like regulation on fraudulent and unfair trade practices, regulation on substantial acquisition of shares and takeovers, issue of sweat equity, etc. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അതിന് ഡിസ്കൗണ്ടഡ് റേറ്റിലോ അല്ലെങ്കിൽ ലെസ് കൺസിഡറേഷനിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ റെസ്ട്രിക്ഷൻസിന് പുറമേ സെബിയിൽ കൂടുതലായിട്ട് വരുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്തിലൊക്കെയാണ്? റെഗുലേഷൻ ഓൺ ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഫ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് ചെയ്യത്തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ സബ്സ്റ്റാൻഷ്യൽ എക്വിസിഷൻ ഓഫ് ഷെയർസ്, വേറെ ഏതെങ്കിലും ഷെയറുകൾ എക്വയർ ചെയ്യുമ്പോൾ വരുന്ന റെഗുലേഷൻസ് എന്ന് പറയുന്നത്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന റെഗുലേഷൻസ് എന്ന് പറയുന്നതും കൂടിയും ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ദ മെയിൻ എയിം ബിഹൈൻഡ് കമ്മിങ് അപ്പ് വിത്ത് സച്ച് റെഗുലേഷൻ റൂൾസ് എക്സെട്ര ഈസ് ടു എൻഷുർ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ദ കമ്പനി. അപ്പോൾ ഈ പറയുന്ന 3 റെഗുലേഷൻസ് എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2009 വരുന്ന റെഗുലേഷനാണ്, പിന്നെ 2 വരുന്നത് 2015 വരുന്ന റെഗുലേഷൻസ് ആണ്. ഈ 2 റെഗുലേഷൻസിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും പെർഫോം ചെയ്യാനുള്ള ഒരു റെഗുലേഷൻസ് ആണ് ഈ സെബി 3 കാറ്റഗറിയിലായിട്ടും പറയുന്നത്. അത് ആദ്യത്തെ കേസിൽ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആണ്, രണ്ടാമത്തെ കേസിൽ ഒബ്ലിഗേഷൻ ആൻഡ് ദ ഡിസ്ക്ലോഷർ ഓഫ് ദ മെറ്റീരിയൽ ഇൻഫോർമേഷൻ ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ 3ലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, എയിം ചെയ്യുന്നത് എന്താണ്? ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള റെഗുലേഷൻസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? ക്ലോസ് 49 ആണ്. ക്ലോസ് 49 വരുന്ന ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലോസ് 49 പറയുന്നത്. ക്ലോസ് 49 ആവശ്യകത അത് സെബീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലോസ് ആണ്. അതിൽ പറയുന്ന പ്രൊവിഷൻസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലോസ് 49 പറയുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ആണ്. ഇവിടെ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് Annexure 1 ഓഫ് ക്ലോസ് 49 includes composition of board, non-executive directors compensation and disclosure, code of conduct, composition of audit committee, meetings, role, powers of audit committee, related any party transaction, CEO, CFO certification or compliance, etc. അപ്പോൾ ഇവിടെ ക്ലോസ് 49 പറയുന്ന റിവൈസ്ഡ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് കോമ്പോസിഷൻ ഓഫ് ബോർഡ്. ബോർഡിൻ്റെ കോമ്പോസിഷൻ, ആരൊക്കെയാണ് അതിലെ മെമ്പേഴ്സ്, എങ്ങനെയാണ് ഒരു ബോർഡ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, കോഡ് ഓഫ് കണ്ടക്റ്റ്, കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റീസ്, മീറ്റിംഗ്സ്, റോൾ ആൻഡ് പ്ലെയേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പവേഴ്സാണ് അവിടെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, RPT എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്, CEO ആൻഡ് CFO സർട്ടിഫിക്കേഷൻ. എന്താണ് CEO എന്ന് വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇവരുടെ രണ്ടുപേരുടെയും സർട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ കംപ്ലയൻസ് എന്ന് പറയുന്നതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ക്ലോസ് 49 വരുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് ക്ലോസ് 49 ആദ്യം പറഞ്ഞിട്ടുള്ള ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് നോൺ മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. എന്താണ് ഈ നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്? നിർബന്ധമില്ല. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള റിക്വയർമെൻറ്റിനെയാണ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ് Annexure 1D ഓഫ് ക്ലോസ് 49. ക്ലോസ് 49 Annexure 1 പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൻ്റനൻസ് ഓഫ് ബോർഡ്, composition of remuneration committee, shareholders right, auditor qualification, training of board members, mechanism for evaluation, non-executive board members. ഇത്രയുമാണ് നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ Annexure 1D ഓഫ് ക്ലോസ് 49 ആണ് നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അവിടെ ബോർഡ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ കമ്മിറ്റിയുടെ കോമ്പോസിഷൻ ഓഫ് ദ റെമ്യൂണറേഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ്, ഓഡിറ്റേഴ്സിന് വരേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ബോർഡ് ഓഫ് മെമ്പേഴ്സിന് എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, നോൺ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സിൻ്റെ മെക്കാനിസം, ഇവാലുവേഷനിലുള്ള മെക്കാനിസം എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറയുന്നതുമാണ് നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ വരുന്നത് എന്നുള്ളതാണ്. ബോർഡ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് ഹാവ് എ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വെയർ ദ chairman is an executive or a promoter or related to a promoter or a senior official. Then at least one half of the board should comprise independent directors. In other cases, independent directors should constitute at least 1/3 of the board size. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ക്ലോസ് 49 പറയുന്നത് എന്താണ്? മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ലിസ്റ്റഡ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കേസിൽ പറയുന്നത്. ഇവിടെ ചെയർമാൻ എന്ന് പറയുന്നതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റഡ് ടു എ പ്രൊമോട്ടർ അല്ലെങ്കിൽ സീനിയർ ഒഫീഷ്യൽ എന്ന് പറയുന്നത് ആരായിരിക്കും? ചെയർമാൻ ആയിരിക്കും. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1/2 ഓഫ് ദ ബോർഡ് ഷുഡ് കംപ്രൈസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് പകുതി ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഇനി ലിസ്റ്റഡ് കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ ഇൻ അതർ കേസസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ബോർഡ് സൈസ്. ഒരു ബോർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ 1/3 ആയിരിക്കും ലിസ്റ്റഡ് കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കേണ്ടത്. എ റിലേറ്റീവ് ഓഫ് എ പ്രൊമോട്ടർ ഓർ executive director shall not be regarded as an independent director. ഈ റിലേറ്റഡ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് ആരായിരിക്കാനായിട്ട് പാടില്ല? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനായിട്ട് പാടില്ല. ഫോർ ദ പർപ്പസ് ഓഫ് ദി ക്ലോസ്, that is subclause 2, the expression independent director shall mean a non-executive director of the company who, apart from receiving director's remuneration, does not have any material pecuniary relationship or transactions with the company. It's the promoters, it's the directors, it's a senior management, or it's a holding company, it's the subsidiaries and associates which may affect independence of the director. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഹാഫ് ആവാം 1/3 ആവാമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് മീൻ ചെയ്യുന്നത്? അതാണ് സബ് ക്ലോസ് 2 ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്? എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാനായിട്ട് പാടില്ല. ഒരു കമ്പനിയുടെ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ ഹൂ അപ്പാർട്ട് ഫ്രം റിസീവിങ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, എന്നാൽ അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നുണ്ടായിരിക്കണം? ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ലഭിക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി മെറ്റീരിയൽ പെക്യൂനിയറി റിലേഷൻഷിപ്പ് ഓർ ട്രാൻസാക്ഷൻ വിത്ത് ദ കമ്പനി. കമ്പനിയായിട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷനോ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊമോട്ടേഴ്സോ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സീനിയർ മാനേജ്മെൻറ്റോ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡറി കമ്പനിയോ അസോസിയേറ്റ് കമ്പനിയോ ആയിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. വിച്ച് മേ എഫക്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ഡയറക്ടർ. അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അതൊരു ട്രാൻസാക്ഷണൽ ബേസിസിലാണെങ്കിലും അതിനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയാനായിട്ട് പറ്റില്ല.
He is not related to a promoter or persons occupying management position at the board level or at a one level below the board. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യം he is not related to the promoters ആയിട്ടോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പൊസിഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു മെമ്പറായിട്ടോ ഒരു ബന്ധവും ഉണ്ടാവാനായിട്ട് പാടില്ല അറ്റ് ദ ബോർഡ് ലെവൽ ഓർ അറ്റ് വൺ ലെവൽ ബിലോ ദ ബോർഡ്, അല്ലെങ്കിൽ ഒരു ലെവലിനേക്കാളും തൊട്ട് താഴെയുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു ബന്ധം മാത്രമേ അവിടെ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. He is not being an executive of the company in the immediately preceding 3 financial years. അതുപോലെ തന്നെ നെക്സ്റ്റ് റെഗുലേഷൻ പറയുന്നത് എന്താണ്? ഒരു എക്സിക്യൂട്ടീവ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് നമ്മളുടെ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിൽ എക്സിക്യൂട്ടീവ് ആയിരിക്കാനായിട്ട് പാടില്ല. ഹി ഹാസ് നോട്ട് ബീൻ എക്സിക്യൂട്ടീവ് ഓഫ് ദ കമ്പനി, ആയിരിക്കാൻ പാടില്ല. ഒരു എക്സിക്യൂട്ടീവ് കമ്പനിയെ ആയിരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഇപ്പോൾ ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ നടക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരിക്കാനായിട്ട് പാടില്ല. He is not a partner of or an executive or was not partner or an executive during the preceding 3 years of the following. താഴെ പറയുന്ന 4 കണ്ടീഷൻസിൽ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവോ ആവാനായിട്ട് പാടില്ല. എത്ര വർഷത്തേക്ക്? തൊട്ട് മുമ്പുള്ള 3 വർഷത്തേക്ക് ആവാനായിട്ട് പാടില്ല എന്ന് പറയുന്ന 4 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫേം ഓർ ദ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫേം ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കമ്പനി. ഒരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫേമോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫേമിലോ എക്സിക്യൂട്ടീവ് മെമ്പറോ പാർട്ട്ണറോ ആവാനായിട്ട് പാടില്ല. ദ ലീഗൽ ഫേംസ് ആൻഡ് ദ കൺസൾട്ടിംഗ് ഫേംസ് ദാറ്റ് ഹാവ് എ മെറ്റീരിയൽ അസോസിയേഷൻ വിത്ത് ദ കമ്പനി. അതുപോലെ തന്നെ ആ കമ്പനിയുടെ അസോസിയേഷനുമായിട്ട് ലീഗലിലോ അല്ലെങ്കിൽ കൺസൾട്ടിംഗ് ഫേമിലോ ഒരു പാർട്ട്ണറോ എക്സിക്യൂട്ടീവ് മെമ്പറോ ആവാനായിട്ട് പാടില്ല. He is not a material supplier, service provider or a customer or a lessor or lessee of the company which may affect the independence of the director. Independence of director affect ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് മെറ്റീരിയൽ സപ്ലയർ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡറോ കസ്റ്റമറോ ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സണോ ആവാനായിട്ട് പാടില്ല. He is not a substantial shareholder of the company that is owning 2% of more than of the block of voting share. വോട്ടിംഗ് ഷെയറിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് 2% കൂടുതൽ ഓണർഷിപ്പിലുള്ള ആൾ ആവാൻ പാടില്ല. അപ്പോൾ ഇത്രയും റെസ്ട്രിക്ഷൻസ് ആണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് നോക്കേണ്ടത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നമ്മൾ പറയുന്നത് ചെയർമാൻ ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിനാണ് മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. മറ്റുള്ള കേസുകളിലാണെങ്കിൽ 1/3 ആണ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് മെറ്റീരിയലായിട്ട് ആ കമ്പനിയായിട്ടോ ആ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സോ ആയിട്ടോ ഒരു ബന്ധമില്ലാത്ത ഒരാളെ മാത്രമേ എന്തായിട്ട് പറയുന്നുള്ളൂ? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിൽ ഇദ്ദേഹം ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ ക്ലോസ് സബ്സെക്ഷൻ 2-ൽ കൃത്യമായിട്ട് തന്നെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ആരൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ള റെഗുലേഷൻസ് കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി 4th വണ്ണായിട്ട് ക്ലോസ് 49-ൽ വരുന്ന പുതിയ അമെൻമെൻറ്റ് വരുന്നത് എന്താണ്? ഓഡിറ്റ് കമ്മിറ്റിയാണ്. ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് ഹാവ് ഓഡിറ്റ് കമ്മിറ്റീസ് ഓഫ് ദ ബോർഡ് വിത്ത് മിനിമം ഓഫ് 3 directors, 2/3 of whom must be independent. In addition, the roles and responsibilities of the audit committee are specified in detail. അതുപോലെ തന്നെ ക്ലോസ് 49-ൽ പറയുന്ന ഓഡിറ്റ് കമ്മിറ്റീനെ പറ്റി പറയുന്നത് എന്താണ്? അവിടെ 3 directors ഉണ്ടായിരിക്കണം, മിനിമം 3 directors ഉണ്ടായിരിക്കണം. 2/3 of whom, അതായത് 3 ഡയറക്ടറിൽ 2/3 എന്ന് പറയുന്ന 3 ഡയറക്ടറിൽ 2 പേര് എങ്ങനെയുള്ളതായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതിന് അഡീഷണലായിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. അതാണ് ഇവിടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ കേസിൽ പറയുന്നത്. അപ്പോൾ ലിസ്റ്റഡ് കമ്മിറ്റി ആണെങ്കിൽ ആരൊക്കെയാണ് ഓഡിറ്റ് കമ്മിറ്റീസിലുള്ളത് എന്നുള്ളതും അതിൽ 3 പേരാണ് മിനിമം ഉണ്ടാവേണ്ടത്. അതിൽ 2 പേര് എങ്ങനെയുള്ളതായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഡയറക്ടേഴ്സിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം. ഇത് എന്തൊക്കെയാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ? ദ ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ഹാവ് മിനിമം 3 directors as members. 2/3 of the members of the audit committee shall be independent directors. All members of audit committee shall be financially literate and at least 1 member shall have accounting or related financial management expertise. അപ്പോൾ 3 directors എന്ന് പറയുന്നതിൽ
മിനിമം 3 ആണുള്ളത്. അതിൽ 2 പേര് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഓഡിറ്റ് കമ്മിറ്റി എല്ലാ മെമ്പേഴ്സും എങ്ങനെയുള്ളതായിരിക്കണം? ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു എക്സ്പെർട്ടൈസ്ഡ് നോളേജ് ഉള്ള ഒരു വ്യക്തി ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് കമ്മിറ്റീനെ റിലേറ്റഡ് ആയിട്ട് ക്ലോസ് 49 പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് CEO ഓർ CFO സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CFO എന്ന് പറഞ്ഞാൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. അവരുടെ സർട്ടിഫിക്കേഷൻ എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്? ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ചുള്ള സർട്ടിഫിക്കേഷൻ്റെ കേസാണ്. എന്താണ് ക്ലോസ് 49 പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. CEO ഓർ CFO accept responsibility for establishing and maintaining internal controls and that they have evaluated the effectiveness of the internal control system of the company and they have disclosed to the auditors and the audit committee deficiencies in the design or operation of internal controls, if any, of which they are aware and the steps they have taken or propose to take to rectify these deficiencies. ഇവിടെ CEO അല്ലെങ്കിൽ CFO ആണ് മെയിൻ റോള് പ്ലേ ചെയ്യുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആരോടാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? അതിൻ്റെ ഓഡിറ്ററോടോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയോടോ ആണ് ഈ എല്ലാ മാറ്റേഴ്സും ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, അതിൻ്റെ ഓപ്പറേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് എങ്ങനെയാണ് അവർ നടപ്പിലാക്കുന്നത്, അതിലെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, എന്തൊക്കെ സ്റ്റെപ്സാണ് അവരെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആര് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? CEO അല്ലെങ്കിൽ CFOൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഓഡിറ്റേഴ്സിനോട് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയോട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഈസ് ടു റിവ്യൂ ദിസ് ഇൻറ്റേർണൽ കൺട്രോൾ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ആ ഇൻറ്റേർണൽ കൺട്രോൾ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓരോ സമയത്തും അതിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റിയാണ്. റോൾ എന്ന് പറയുന്നത് ആ ഇൻറ്റേർണൽ കൺട്രോൾ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിവ്യൂ ചെയ്ത് കൊടുക്കലാണ്. To certify to the board that they have reviewed the financial statements and the same are fair and in compliance with the laws and regulations and accept responsibility for internal control system. ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ കംപ്ലയൻസ് വിത്ത് ദ ലോ, നിയമപരമായിട്ട് നിയമങ്ങളെല്ലാം തന്നെ പാലിക്കുന്നതായിരിക്കണം. റെഗുലേഷൻസ് ആൻഡ് ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ICS എന്ന് പറയും. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നതായിരിക്കണം. ഇതിൽ പറയുന്ന റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എല്ലാം കവർ ചെയ്യുന്ന തരത്തിലുള്ള റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആണ് ആര് കൊടുക്കേണ്ടത്? CEO അല്ലെങ്കിൽ CFO. ആർക്ക് കൊടുക്കേണ്ടത്? ഓഡിറ്റർക്ക് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കമ്മിറ്റിക്ക് കൊടുക്കേണ്ടത്. The CEO and CFO of listed companies must certify that the financial statements are fair and accept responsibility for internal controls. Internal controlsന് ആവശ്യമുള്ള റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആര് സബ്മിറ്റ് ചെയ്തിരിക്കണം? CEO അല്ലെങ്കിൽ CFO. അത് പീരിയോഡിക്കലായിട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഓഡിറ്റർക്ക് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് കംപ്ലയിൻസ്. ക്ലോസ് 49 പറയുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കംപ്ലയിൻസിനെ കുറിച്ചിട്ടാണ്. Shareholders section in the disclosure of clause 49 states that the board committee under the chairmanship of a non-executive director shall specifically look into the redressal of shareholder and investors complaints like transfer of shares, non-receipt of balance sheet, non-receipt of declared dividends, etc. റീഡ്രസൽ കമ്മിറ്റി ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ആരാണ്? ബോർഡ് കമ്മിറ്റിയാണ്. അപ്പോൾ ബോർഡ് കമ്മിറ്റി, അതിൽ വരുന്ന ബോർഡ് കമ്മിറ്റിയിലെ ചെയർമാൻ എന്ന് പറയുന്ന ഒരു നോൺ എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലും
ഉണ്ടെങ്കിൽ റീഡ്രസൽ കമ്മിറ്റി ആയിട്ട് ആക്ട് ചെയ്യുകയും ആ എല്ലാ കംപ്ലയിൻസും സോൾവ് ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസോ അല്ലെങ്കിൽ നോൺ റെസിപ്റ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, നോൺ റെസിപ്റ്റ് ഓഫ് ദ ഡിക്ലെയർഡ് ഡിവിഡൻഡ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരാതികൾ വരുന്നുണ്ടെങ്കിൽ റീഡ്രസലായിട്ട് വർക്ക് ചെയ്യേണ്ടത് ആരാണ്? ബോർഡ് കമ്മിറ്റിയാണ്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഓഫീസർ ആരായിരിക്കും? ചെയർമാൻ തന്നെയായിരിക്കും. ദിസ് കമ്മിറ്റി ഷാൽ ബി ഡെസിഗ്നേറ്റഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കംപ്ലയിൻസ് ഒക്കെ തീർക്കുന്ന റീഡ്രസൽ കമ്മിറ്റി എന്ന് പറയുന്നതിൻ്റെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? എല്ലാ കംപ്ലയിൻസും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ട്രാൻസാക്ഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനുള്ള റൈറ്റ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് കിട്ടാനുള്ള റൈറ്റ്, അതുപോലെ തന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രിവിലേജ്, ഇത്രയും കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കമ്മിറ്റിയുടെ പേരെന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് റീഡ്രസൽ ഒബ്ലിഗേഷൻസ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് ക്ലോസ് 49 വരുന്നത് ഏതാണ്? കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ലീഗലായിട്ടുള്ള പ്രൊസീജിയറാണ് ഈ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ബോർഡ് ഷാൽ ലേ ഡൗൺ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഓൾ ബോർഡ് മെമ്പേഴ്സ് ആൻഡ് സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ബോർഡ് മെമ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത്, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അക്കൗണ്ടബിൾ ആക്കേണ്ടത്, അതുപോലെ തന്നെ സീനിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കേണ്ടത്, അതിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആരാണ്? ബോർഡ് തന്നെയാണ്. The code of conduct shall be posted on the website of the company. Code of conduct എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം? വെബ്സൈറ്റ്, കമ്പനിയുടെ വെബ്സൈറ്റിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കണം. All board members and senior management personnel shall affirm compliance with the code on an annual basis. പീരിയോഡിക്കലായിട്ട് അത് റിവ്യൂ ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാ ബോർഡ് മെമ്പേഴ്സും സീനിയർ മാനേജ്മെൻറ്റും അത് അനുസരിക്കുകയും വേണം. The annual report of the company shall contain a declaration to this effect signed by the CEO. അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ടിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത് തന്നെ, അതായത് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് കോഡ് ഓഫ് കണ്ടക്റ്റിലുള്ളത് അതെല്ലാം അനുസരിച്ചോളാം എന്നുള്ള ഒരു ഡിക്ലറേഷനും കൂടിയും ആനുവൽ റിപ്പോർട്ടിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സൈനോട് കൂടിയിട്ട് ഉണ്ടായിരിക്കണം. ഫോർ ദിസ് പർപ്പസ് the term senior management shall mean personnel of the company who are the members of the core management team excluding board of directors. ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റിനെയാണ് നമ്മളൊരു ടേമിൽ പറയുന്നത് എന്താ? സീനിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സീനിയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് 49 എന്താണ് മീൻ ചെയ്യുന്നത്? പേഴ്സണൽ ഓഫ് ദ കമ്പനി ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് കോർ മാനേജ്മെൻറ്റ് ടീം എക്സ്ക്ലൂഡിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലാതെ ഈ കോർ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെയാണ് സീനിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോസ് 49 പറയുന്നത്. Normally, this would comprise all members of management one level below the executive directors, including all functional heads. എല്ലാ ഫങ്ഷണൽ ഹെഡ്സും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ കമ്പനിയിലുണ്ട് അതിലുള്ള എല്ലാ ഫങ്ഷണൽ ഹെഡ്സും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ്, വൺ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയുണ്ടോ അവരും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ് പെർ ദ എബവ് പാരഗ്രാഫ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഇറ്റ് വിൽ ബി ഒബ്ലിഗേറ്ററി ഫോർ ദ ബോർഡ് ഓഫ് ദ കമ്പനി ടു ലേ ഡൗൺ എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ദ ബോർഡ് മെമ്പേഴ്സ് ആൻഡ് ദ സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കോഡ് ഓഫ് കണ്ടക്ട് അതൊരു ഒബ്ലിഗേറ്ററി ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മാത്രമല്ല ഒരു സീനിയർ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയുള്ള കോഡ് ഓഫ് കണ്ടക്റ്റാണ് അവർ കംപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സൈനോട് കൂടിയിട്ട് തന്നെ അത് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്.
Clause 49 as currently in effect includes the following key requirements. അതുപോലെ തന്നെ ഈ പുതിയൊരു അമെൻമെൻറ്റ് ക്ലോസ് 49 വന്നിട്ടുണ്ട്. അത് അപ്പോൾ നേരത്തെ പറഞ്ഞ 7 പോയിന്റുകൾ നേരത്തെ ഉള്ളതാണ്. പുതിയതായിട്ടുള്ള ക്ലോസ് 49ൻ്റെ അമെൻമെൻറ്റിൽ ചേർത്തിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്ലോഷർ റിക്വയർമെൻ്റ് ആണ്. അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും മെറ്റീരിയൽ ആയിട്ടുള്ള റിപ്പോർട്ട്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് പീരിയോഡിക്കലി മേക്ക് വേരിയസ് ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് എക്സെട്ര ടു എൻഷുവർ ട്രാൻസ്പെറൻസി. എല്ലാ ഫാക്ടേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലീഗൽ ഫ്രെയിം വർക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ റെഗുലേഷൻസ് എന്ന് പറയുന്നത് DCA പറയുന്നതാണെങ്കിലും സെബിയുടെ ഗൈഡ് ലൈൻസ് ആണെങ്കിലും എങ്ങനെയായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫിനാൻഷ്യൽ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നതും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു അമെൻമെൻ്റ് ആണ് ക്ലോസ് 49 വരുത്തിയിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് റിപ്പോർട്ട് ആൻഡ് കംപ്ലയിൻസ് എന്ന് പറയുന്നതാണ്. ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് ക്യാരി സ്റ്റാറ്റസ് റിപ്പോർട്ട് അബൌട്ട് കംപ്ലയിൻസ് വിത്ത് ദ കോർപ്പറേറ്റ് ഗവേണൻസ് norms. There should be a separate section in the annual report on complaints with the corporate governance signed by the compliance officer or chief executive officer company to disclosure the complaints with the non-mandatory requirements in annual reports. ഇനി റിപ്പോർട്ട് ആൻഡ് കംപ്ലയിൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എവിടെയാണ് ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ആനുവൽ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എല്ലാ ലിസ്റ്റഡ് കമ്പനിയുടെയും ആനുവൽ റിപ്പോർട്ട്സിൽ ക്യാരി സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ക്യാരി ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കംപ്ലയിൻസ് വിത്ത് ദ കോർപ്പറേറ്റ് ഗവർണൻസ് നോംസ്. കോർപ്പറേറ്റ് ഗവൺമെൻറ് നോംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണോ ആ ലിസ്റ്റഡ് കമ്പനീസ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട്സിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ടിൽ ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. There should be separate section in the annual report on the complaints with the corporate governance. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ആനുവൽ റിപ്പോർട്ടിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ വേണം. അത് ആര് സൈൻ ചെയ്തിരിക്കണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസർ അല്ലെങ്കിൽ കംപ്ലയിൻസ് ഓഫീസർ അത് സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സും കൂടിയും ആനുവൽ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് ക്ലോസ് 49 പീനൽ പ്രൊവിഷൻസ് ആണ്. For the violation of the listing agreement, Section 23E of Securities Contract Regulation Act 1956 provides for a pecuniary penalty of up to rupees 25 crores on the company. ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 23E പ്രകാരം അതോടൊപ്പം തന്നെ SCRA എന്ന് പറയും, അതായത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം പെനാൽറ്റി വരുന്നത് എന്താണ്? പെക്യൂനിയറി പെനാൽറ്റിയാണ് പറയുന്നത്. 25 കോടിയാണ് 25 കോടി വരെ പെനാൽറ്റി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് പീനൽ പ്രൊവിഷൻസ്. അപ്പോൾ സെക്ഷൻ 23E പ്രകാരമുള്ള ഏതാണ് ആക്ട് എന്ന് പറയുന്നത്? SCRA എന്ന് പറയുന്നത്, അതായത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. ഇയർ ഏതാണ്? 1956 പ്രകാരം 25 കോടി വരെ നമുക്ക് എന്ത് ചെയ്യാം? പെക്യൂനിയറി പെനാൽറ്റി വരാം. അപ്പം ഞാനിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തത് ക്ലോസ് 49 എന്ന് പറയുന്നതിൽ 10 അമെൻമെൻറ്റ് റൂൾസ് ആണ്. അതിൽ നമ്മൾ തുടക്കം പറഞ്ഞത് എന്താണ്? മാൻഡേറ്ററി റിക്വയർമെൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ് ക്ലോസ് 49 വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്? ഡിസ്ക്ലോഷർ ഓഫ് മാൻഡേറ്ററി റിക്വയർമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ ആവാം, അതിൽ എത്ര മെമ്പേഴ്സ് വരാം, ആരായിരിക്കും ഹെഡ്, ചെയർമാൻ ആയിരിക്കും. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഹാഫ് എങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ബാക്കിയുള്ളവരാണ് ഡിപ്പെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വരുന്നത്. ലിസ്റ്റഡ് കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ 1/3 ആണ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്? ക്ലോസ് 49 സബ്സെക്ഷൻ 2 പ്രകാരം ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നതിൽ 3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ 2 പേര് എങ്ങനെയുള്ളതായിരിക്കണം? മെമ്പേഴ്സ് ഓഡിറ്റ് കമ്മിറ്റിയിൽ വരുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഒരാൾക്ക് ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ്
കമ്മിറ്റിയിൽ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വരുന്നത് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആര് ഇഷ്യൂ ചെയ്തിരിക്കണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കൊടുത്തിരിക്കണം. പിന്നെ വരുന്നത് കംപ്ലയൻസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ കംപ്ലയൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു റീഡ്രസൽ സെല്ലുണ്ടാക്കിയിരിക്കണം. അതിൻ്റെ പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അവിടെ വരുന്ന ട്രാൻസാക്ഷൻ റിലേറ്റഡ്, ബാലൻസ് ഷീറ്റ് റിലേറ്റഡ്, ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എനി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് അവർ സോൾവ് ചെയ്ത് കൊടുത്തിരിക്കണം. പിന്നെ വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ വരുന്നത് സ്പെഷ്യലായിട്ട് 3 അമെൻമെൻറ്റ് പ്രകാരം വന്നിട്ടുള്ളതാണ്. അതേതൊക്കെയാണ്? ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, മെറ്റീരിയൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്, ട്രാൻസാക്ഷൻസ്, റിപ്പോർട്ട്സ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ വരുന്നത് റിപ്പോർട്ട് ആൻഡ് കംപ്ലയിൻസ് എന്ന് പറയുന്നതാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് മാൻഡേറ്ററി ആണെങ്കിലും അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? ആനുവൽ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് പീനൽ പ്രൊവിഷ്യൻസ് ആണ്. പീനൽ പ്രൊവിഷ്യൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 23 SCRA പ്രകാരം വരുന്നത് 25 കോടി വരെ പെനാൽറ്റി ലിസ്റ്റഡ് സെക്യൂരിറ്റി എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന പെക്യൂനിയറി പെനാൽറ്റീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 സെക്ഷനാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞ സെബിയുടെ ഇതിൽ വരുന്ന പോയിൻറ്റ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മളുടെ ക്ലോസ് 49 എന്ന് പറയുന്നതാണ്. നിങ്ങൾ അത് വായിച്ചു നോക്കാനും മനസ്സിലാക്കാനും നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പേജ് നമ്പർ 107 വരുന്ന ഒരു അസൈൻമെൻറ്റ് വർക്കാണ് ഇന്ന് ഞാൻ തരാനായിട്ട് പോകുന്നത്. അതായത് 19ാമത്തെ ക്രെയിൻ എ ആൻഡ് മാറ്റൻ ഡി 2007 പുതിയതുണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് ആ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിൽ നിന്നുള്ള ഒരു പബ്ലിഷ്ഡ് നോട്ടാണ്. അത് വായിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും ന്യൂ വേർഷൻ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതിൽ വരുന്ന അത് വായിച്ചും നോക്കുകയും റിവ്യൂ പഠിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.